നമസ്കാരം. കൊല്ലത്തെ പ്രമുഖ ട്രാൻസ്പോർട്ട് കമ്പനിക്കെതിരെ പരാതി നൽകിയ കൊട്ടാരക്കര DTOയ്ക്ക് സ്ഥലം മാറ്റം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ശരണ്യ ബസിനെതിരെ പരാതി നൽകിയ കൊട്ടാരക്കര DTO KK സുരേഷ് കുമാറിനെയാണ് സ്ഥലം മാറ്റിയത്. തിരുവനന്തപുരത്തേക്കാണ് സ്ഥലം മാറ്റം. KSRTC സർവീസിന് ശരണ്യ ബസ് മാർഗതടസ്സം സൃഷ്ടിക്കുന്നുവെന്നും ചോദ്യം ചെയ്ത ജീവനക്കാരെ ശരണ്യ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നുമായിരുന്നു പരാതി. കഴിഞ്ഞ മാസം 23-നാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകുന്നത്. ഇന്നലെയാണ് സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തുവിട്ടത്. പരാതി നൽകി ഇന്ന് 1 മാസം തികയുന്നതിന് മുമ്പാണ് നടപടി. അതേസമയം മന്ത്രിയുടെ ഇടപെടലാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെന്ന ആരോപണമുണ്ടെങ്കിലും ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് സ്ഥലം മാറ്റം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ശരണ്യ ബസ് KSRTC ഡിപ്പോയിൽ കയറ്റി ആളുകളെ വിളിച്ചിറക്കിക്കൊണ്ടുപോകുന്നു. KSRT ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കാത്ത വിധം കുറുകെ നിർത്തിയിടുന്നു തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ശരണ്യ ബസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കൊട്ടാരക്കര DTO പരാതി നൽകിയത്. വർഷങ്ങളായി കൊട്ടാരക്കര, പത്തനാപുരം, പത്തനംതിട്ട റൂട്ടുകളിൽ സർവീസ് നടത്തുന്നതാണ് ശരണ്യ ബസ്. കൊട്ടാരക്കര DTO സ്ഥലം മാറ്റിയപ്പോൾ പകരം കൊല്ലം DTOയെ കൊട്ടാരക്കര ഡിപ്പോയിലേക്ക് മാറ്റി. അതോടെ കൊല്ലം ഡിപ്പോയെ അധിക ചുമതലയായി കരുനാഗപ്പള്ളിക്ക് നൽകിയിരിക്കുകയാണ്. DTOയെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ വിശദീകരണവുമായി KSRTC മാനേജ്മെന്റും രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടാരക്കര DTOയുടെ സ്ഥലം മാറ്റ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന് DTO സുരേഷ് കുമാർ തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം നൽകിയതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. സ്ഥലമാറ്റത്തിൽ മറ്റ് വിഷയങ്ങൾ ഇല്ലെന്നും KSRTC മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്.